നമസ്കാരം. മഞ്ഞലിസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഭാരത മണ്ണിൻ്റെ അതിർത്തികളിൽ മഞ്ഞത്തും മഴയത്തും വെയിലത്തും ഊണും ഉറക്കവും ഉപേക്ഷിച്ച്, എന്തിന് വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും ഉപേക്ഷിച്ച് നമ്മുടെയൊക്കെ സ്വന്തം ജീവനും സ്വത്തിനും കാവലാളായി നിന്ന ധീര ജവാന്മാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ധീര ജവാന്മാരെ ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. അവരുടെ പട്ടാള ജീവിതത്തിലെ അനുഭവക്കുറിപ്പുകൾ പുതുതലമുറയ്ക്ക് അറിവും പ്രചോദനവുമാകട്ടെ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവിജയത്തിൻ്റെ 50-ാം വർഷം രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരത്തെ വിമുക്ത ഭടന്മാർ ഒന്നിച്ചുകൂടി അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തു. യുദ്ധങ്ങളിൽ മരിച്ചുപോയവരുണ്ട്, അംഗവൈകല്യം സംഭവിച്ചവരുണ്ട്. അവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി മഞ്ഞലിസ് മീഡിയയുടെ ബിഗ് സല്യൂട്ട്. ബോലോ ഭാരത് മാതാ കി ജയ്.
അതിമഹത്തായ ചടങ്ങിന് മുന്നോടിയായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പ്രവേശിക്കാം. ദേവേട്ടൻ പറഞ്ഞവരെ ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തില് പൂർവ്വ സൈനികരെ നാം ഈ 1975 പേരെ പോലെ തന്നെ സംഗീത ശില്പം മണ്ഡലത്തിൽ വെച്ച് ശ്രീകൃഷ്ണ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഏവരും കുടുംബസമേതമാണ് പങ്കെടുക്കണം. ഓരോരുത്തർക്കുള്ള ഇൻവിറ്റേഷൻ ക്ഷണക്കത്തിന്റെ ഏൽക്കുന്നതായിരിക്കും, നൽകുന്നതായിരിക്കും. വരുമ്പോൾ ഞങ്ങളെ ശ്രമം സ്വീകരിക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ക്ഷണക്കത്തിനുമായി ഞാൻ നൽകുകയാണ്. അതുപോലെ സദസ്സിലിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ ഒത്തുകൂടലിന് ഒരു പ്രത്യേക സന്തോഷവും നമുക്ക് അഭിമാനവുമുണ്ട്. കാരണം 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടന്നപ്പോൾ അതിൽ വിജയിച്ച നമ്മുടെ ആ സന്തോഷം പങ്കുവയ്ക്കാനായി നമ്മൾ 50 വർഷം പിന്നിട്ടിരിക്കുന്നു. ആ 50 വർഷത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഈ ദിവസം, അതായത് ഡിസംബർ 3 മുതൽ 17 വരെയുള്ള ദിവസം സുവർ വിജയ് ദിവസ് ആഘോഷിക്കാനായിട്ടുള്ള സന്ദേശം ലഭിച്ചിരുന്നു. ആ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരാനും അതുപോലെ അതിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് സാധ്യമല്ല. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായിട്ട് നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാന്യായ ശ്രീ പി കെ ശ്രീകണ്ഠൻ സാറാണ്. MP അദ്ദേഹത്തിന് പാർലമെന്റ് നടത്തുന്നുണ്ടെങ്കിലും അവർ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവർ 11 മണിക്ക് എത്തുന്ന പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അനുമോദനവും ആശംസകളും അർപ്പിക്കാനായി നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ കെ പ്രേംകുമാർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് രാജിക മാം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ സംസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റുമായ ഉണ്ണികൃഷ്ണൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ജില്ലയുടെ NHCCയുടെ സെക്രട്ടറിയും അതുപോലെ സ്റ്റേറ്റിന്റെ ജോയിന്റ് സെക്രട്ടറിയുമായ ചന്ദ്രമോഹൻ സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സംസ്ഥാനത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി പി മോഹൻദാസ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യൂണിറ്റിന്റെ രക്ഷാധികാരിയും ഞങ്ങളുടെ മാർഗദർശിയുമായ MP രവീന്ദ്രൻ സർ അവരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റും ആയ നമ്മുടെ ചന്ദ്രൻ സാറ് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വനിതാ ഫോറം പ്രസിഡന്റ്
വിലാസിനത്തെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ മെമ്പർമാരിൽ ഉന്നത വിജയം നേടിയ 3 ഡോക്ടറും ഒരു SSC A+മായ 4 പേരെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാക്കി ഇവിടെ സന്നിധരായ എല്ലാ ഫാമിലി ഫോറം മെമ്പേഴ്സിനെയും അതേപോലെ NSCC മെമ്പേഴ്സിനെയും ഈ യോഗത്തിലേക്ക് എൻ്റെ സ്വന്തം നിലയ്ക്കും അതുപോലെ NSCCയുടെ സെക്രട്ടറി എന്ന നിലയ്ക്കും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗം നിയന്ത്രിക്കാനായി നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷനെ ക്ഷണിക്കുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ ഒരു വ്യക്തിയല്ല. അപ്പൊ അതിനെക്കുറിച്ച് ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ, നമ്മുടെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നിന്ന് പ്രസംഗിക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് നിന്ന് മാത്രം സംസാരിക്കുമ്പോൾ അത് ഒരു ഒരു തരം അരോചകമായിട്ട് ചിലപ്പോൾ സദസ്സിൽ തോന്നും. പക്ഷേ ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് വെളിയിലുള്ള സിവിലിയൻസ് ആയിട്ടുള്ള നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ ഈ രാജ്യത്തിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന മറ്റ് അധികാരികളും അത് സാധാരണ വന്നു കാണുന്നില്ല എന്നുള്ള ഒരു ന്യൂനത അവിടെ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കൂടി ഇരുന്ന് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അതിലൂടെയെങ്കിലും ഒരു പൊതുജനത്തിന് ഇതിനെപ്പറ്റിയൊരു അവയർനെസ് അവർക്ക് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതനുസരിച്ച് തന്നെയാണ് ഇവിടെ 1986 മുതൽ നമ്മുടെ ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു യുദ്ധസ്മാരകം, നമ്മുടെ സംഘടനയുടെ തന്നെ ഒരു പോളിസി ആയിട്ടുള്ള ഒരു പബ്ലിക് യുദ്ധസ്മാരകം എല്ലാ സ്ഥലത്തും ഉണ്ടാവണം എന്നുള്ള ഒരു പോളിസിയുടെ ഭാഗമായിട്ട് പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ട് ഒരു യുദ്ധസ്മാരകം നമ്മൾ നിർമ്മിച്ചത് ശ്രീകൃഷ്ണപുരത്തെ ത്യാഗം സഹിച്ച് ജീവൻ നൽകിയിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തുള്ള സൈനികർ സ്മരിച്ചുകൊണ്ട് ഇവിടെ ഒരു യുദ്ധസ്മാരകം വേണം. അത് ഞങ്ങളുടെ ഇനിഷ്യേറ്റീവിൽ ഞങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ തന്നെ അന്ന് യൂണിറ്റിന്റെ പ്രസിഡന്റായിരുന്നു. പറഞ്ഞത് ഞാൻ വിശദമായിട്ട് ഇതിന്റെ ചരിത്രങ്ങൾ മുഴുവൻ എഴുതിക്കൊണ്ട് 4 പേജ് അപ്ലിക്കേഷൻ ഞാൻ കൊടുത്തത് ശ്രീസാരം പഞ്ചായത്തിന്റെ ഫയലുകളിൽ ഉണ്ടെങ്കിലായിരിക്കും. ഇപ്പോഴും ഇല്ലാന്ന് പറഞ്ഞില്ല, ആരും നിഷേധിച്ചു. അന്നുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ് എടുത്തത്. പക്ഷെ കാര്യങ്ങൾ നടന്നില്ല, അതാണ് എന്റെ വാസ്തവം. 3 വർഷം ഞാൻ അതിന്റെ പുറകിലാണ്. ഒരു പുറമ്പോക്ക് എവിടെ ഇന്ന് മോഹൻ പ്രസ് നിൽക്കുന്നതായിട്ടുള്ള സ്ഥലം, വിശ്രമകല അമ്പലത്തിലേക്ക് പോകുന്നതിന്റെ ആ റൈറ്റ് സൈഡിലുള്ള അത് നമുക്ക് പരിഗണിക്കാമെന്ന് എന്നോട് വാക്ക് തന്നു. നല്ല സ്ഥലമാണ്, ഞാനത് സമ്മതിക്കുകയും. പക്ഷെ പിന്നീട് ചെല്ലുമ്പോൾ അതിപ്പോൾ പ്രശ്നമായി. പിന്നെ ഇടുക്കിയുടെ പ്രശ്നം വന്നു. അത് നമുക്ക് ജില്ലാ ഡയറക്ടർ, പഞ്ചായത്ത് ഡയറക്ടറേറ്റൊക്കെ ടീക്കപ്പിലൊക്കെ നമുക്ക് ചെയ്യാം ഇവരൊക്കെ പറഞ്ഞു. ഇതിന്റെ പിന്നാലെ ഒത്തിരി ഞാൻ നടന്നു. അവസാനത്ത് വിട്ടു. എനിക്ക് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ എൻ്റെ സ്ഥലത്ത്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് 5 സെന്റ് സ്ഥലം കൊടുക്കാൻ ഞാൻ തയ്യാറായി. പക്ഷെ അത് ഉൾപ്രദേശമായിട്ടുള്ള സ്ഥലമാണ്, കാഴ്ചപ്പെടുന്ന സ്ഥലമല്ല, നമ്മുടെ വഴിക്ക് പോകുന്ന വഴിക്കാണ്. അപ്പൊ അവിടെ അത് പോരാ. ഇത് ശ്രീകൃഷ്ണപുരത്തിന്റെ ഒരു ഹറോഫയർന്നത് കാണണം, ജനങ്ങൾ കാണണം എന്നുള്ള ഉദ്ദേശത്തോടുണ്ട്. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഈ മഹാനുഭാവൻ, ഈ ഫോട്ടോയിൽ കാണുന്ന മഹാനുഭാവൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു, പുളിക്കപ്പറമ്പിൽ ഗോവിന്ദൻ നായർ നമ്മുടെ മെമ്പറായിരുന്നു. ആദ്യകാലം മുതലിന്റെ സ്ഥാപക മെമ്പറായിരുന്നു. വളരെ താല്പര്യത്തിലൂടെ ആരോഗ്യമുള്ളപ്പോഴെല്ലാം നമ്മളുമായി സഹകരിച്ച് ഇവിടെ വന്നിരുന്ന സ്ഥലത്താണ്. അന്നെല്ലാം നമ്മളൊരു മീറ്റിംഗ് കൊണ്ടുവന്നെങ്കിൽ പെരുമാങ്ങാട് LP സ്കൂളിലെ LKG കുട്ടികൾ പഠിക്കുന്ന ആ ഓപ്പൺ ആയിട്ടുള്ള ക്ലാസ്സിലാണ് നമ്മൾ കൂടിക്കൊണ്ടിരുന്നത്. ഇരിക്കാൻ പറ്റില്ല, ചെറിയ ബെഞ്ചാണ്. ഇങ്ങനെ അവരുടെ സഹായം കൊണ്ട് വർഷങ്ങളോളം നമ്മൾ അവിടെ മീറ്റിംഗൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ ഗോവിന്ദൻ നായർ എന്നെ വിളിച്ച് പറയുന്നത്, ഈ സ്ഥലം ഇപ്പൊ ഈ ബിൽഡിംഗ് നിൽക്കുന്ന ഈ പറമ്പ് എന്റേതാണ്, എനിക്കറിയില്ല, എന്റേതാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിങ്ങൾക്ക് എവിടെയാണ് 5 സെന്റ് സ്ഥലം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചെങ്കിൽ എഴുതിയാൻ പറ്റും.
നമ്മൾ എത്ര കാലം ഇതിന്റെ പുറകിൽ നടക്കുന്നു? ഇനി നമുക്ക് ആരെയും പുറകെ നടക്കണം. നമുക്ക് ചെയ്യാന്നുള്ള ആ ഒരു മഹാമനസ്സ് എന്റെ മുമ്പിൽ ആധാരം കൊണ്ടുവന്നിട്ട് ഞാൻ ഞെട്ടി. മക്കളുള്ള ആളാണ്, മനസ്സിലാക്കണം. ഇതെല്ലാം പ്രശ്നങ്ങൾ പിന്നീട് വരാനുള്ള സാധ്യത ഒന്നും ഉണ്ടായില്ല. വളരെ അഭിമാനത്തോട് പോയിട്ട് ഒരു മക്കളും എന്നോട് അതിനെപ്പറ്റി ചോദിക്കാനോ പറയാനോ വന്നിട്ട് ഗോവിന്ദൻ നായർ അത് എഴുതി തന്നു. നമ്മൾ ഇവിടെ സ്ഥലം ഏപ്രിൽ മാസത്തിന്റെ ഒരു പശ്ചാത്തലം പറയാം. 71 ഏപ്രിൽ മാസത്തിൽ തുടങ്ങി വെച്ചു എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് തന്നെ തുടങ്ങിയെന്ന് പറയാം. ഈസ്റ്റ് പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാൻ 2 ഡിഫറെന്റ് കൺട്രീസ് ആയിരുന്നു. ഇടയ്ക്ക് നമ്മളായിരുന്നു പാകിസ്ഥാനിൽ 2 ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാൻ. ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിന്റെ ത്രിപുര ബോർഡർ ആ ഭാഗത്ത് അവിടെയുള്ള ജനങ്ങളെ വെസ്റ്റ് പാകിസ്ഥാനിലുള്ളവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആ ജനത അടിച്ചമർത്തപ്പെട്ട ജനതയായിരുന്നു. അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആദ്യകാലത്ത് അവർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു ഓട്ടോണോമസ് സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് സെപ്പറേറ്റ്. കാരണം പാകിസ്ഥാൻ ഇന്ത്യ ക്രോസ് ചെയ്ത് അപ്പുറത്തുള്ള ഒരു സ്ഥലം, ഇത് ഇത്രയും ദൂരെയുള്ള വേറൊരു സ്ഥലം ഇന്ത്യ ക്രോസ് ചെയ്യാത്ത ഒന്നും അവർ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ കടൽ വഴിക്ക് പോകേണ്ട ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഓട്ടോണോമസ് സ്റ്റേറ്റ് ഞങ്ങൾക്ക് അനുവദിച്ചു തരണം, ഞങ്ങൾക്ക് ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാന്റെ നേതാക്കൾ ആവശ്യപ്പെട്ടു. അതിന് അന്നൊക്കെ പാകിസ്ഥാൻ ഭരിക്കുന്നത് പട്ടാള ഭരണം തന്നെയാണ്. ഒരു പട്ടാള നേതാവ് വരും, അതിനായിട്ട് മറിച്ച് വേറൊരു പട്ടാള നേതാവ് വരും. അവർ ഒരു മാർഷൽ ലോ, പട്ടാള നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു പാകിസ്ഥാൻ എന്ന്. അത് കാരണം അടിച്ചമർത്താനാണ് അവർ തുടങ്ങിയത്. അടിച്ചമർത്താൻ പറയാം, ജനതയെ അടിച്ചമർത്താൻ തുടങ്ങി എല്ലാ തരത്തിലുള്ള ക്രൂരതകളും അട്രോസിറ്റീസും അവിടുത്തെ ജനങ്ങളെ വെച്ച് ചെയ്യാൻ തുടങ്ങി. വെറും പാവങ്ങളായിട്ടുള്ള വ്യക്തികളായിരുന്നു, ദരിദ്രരായിരുന്നു. പാകിസ്ഥാനിന്റെ പകുതി പോലും വളർച്ച പ്രാപിക്കാത്ത ഒരു സംസ്ഥാനം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുന്നുള്ള നാച്ചുറൽ സാധാരണ ഉണ്ടാകാവുന്ന അതേ സംഭവം തന്നെയാണ് സംഭവിച്ചത്. ഇതിന്റെ എല്ലാം കെടുതികൾ അനുഭവിക്കുന്നത് ഇന്ത്യയായിരുന്നു. അഭയാർത്ഥികൾ വരാൻ തുടങ്ങി. അഭയാർത്ഥികൾ 10 മില്യൺ പറഞ്ഞു. 10 മില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോടിയിലേറെ അഭയാർത്ഥികൾ നമ്മുടെ റീസോഴ്സസ് അനുഭവിച്ചുകൊണ്ട് ഇവിടെ കയറി വന്നു. നമുക്ക് തള്ളാനും പറ്റില്ല. ആ ഒരവസ്ഥയിൽ നമുക്ക് നിൽക്കാനില്ലാണ്ട് ഈ പല തവണ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സംസാരിച്ചു, പാകിസ്ഥാനുമായിട്ട് സംസാരിച്ചു. ഇതിന് എന്തെങ്കിലും ഒരു പൊറുതി ഉണ്ടാക്കിയിട്ട് നടക്കണില്ല. അത്രത്തോളം കൂടുതൽ സ്ട്രോങ് ആയിട്ട് അതിനെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമമാണ് അന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ ഭരിച്ചിരുന്ന ജനറൽ യഹിയ ഖാൻ എന്നുള്ള വ്യക്തി നടത്തുന്നത്. അപ്പൊ തീരുമാനിച്ചു, ഇത് നമുക്ക് ഇറങ്ങി വരുന്നു, ഇത് നമുക്ക് സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. യുദ്ധമെങ്കിൽ യുദ്ധം. അന്നത്തെ ആർമി ചീഫ് ജനറൽ മനേക്ഷ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല, സമയം കൂടുതലായിരുന്നു. നമുക്കെല്ലാവരും മനേക്ഷ ആരായിരുന്നു? ആരെയും കൂസില്ല, ഗവൺമെന്റിനെ പോലും കൂസില്ല. ചെയ്യേണ്ടത് അവർ പറയേണ്ടത് പറയും, ചെയ്യേണ്ടത് ചെയ്യും. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചിട്ട് നമുക്ക് ഉടനെ തന്നെ ഈ ഒരു ഓപ്പറേഷൻ നടത്തണം, എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ എന്നോട് പറയണ്ട. ഇപ്പൊ അത് നടക്കില്ല. ഇപ്പൊ നടന്നാൽ നമ്മൾ അത്യാഹിതത്തിലേക്കാണ് പോകുക. എനിക്കതിനുള്ള സമയം തരും. എൻ്റെ സേനകളെ എനിക്ക് പ്രിപ്പയർ ചെയ്യണം, അവരെ അത് സജ്ജരാണ്, അത് തരുമെന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു. കാരണം ഇന്ദിരാഗാന്ധി അങ്ങേയറ്റത്തോളം ബഹുമാനിച്ചിരുന്ന ഒരാളാണ് ഈ ജനറൽ SHFJ മനേക്ഷ. അവരുടെ കുട്ടിക്കാലം മുതൽ തന്നെ നെഹ്റുവായിട്ടുള്ള ബന്ധക്കാർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. സമ്മതിച്ചു, നമുക്കത് ചെയ്തിരിക്കണം, എപ്പോൾ ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. വിട്ടുകൊടുത്തു. ഏപ്രിലിൽ തുടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷൻസ് അവസാനിച്ചത് ഡിസംബർ 3-ാം തീയതി വൈകിട്ടുണ്ട്. ഫുൾ പ്രിപ്പറേഷൻ. ഞങ്ങളൊക്കെ ആ പ്രിപ്പറേഷൻ വരെ അനുഭവിച്ചാണ്. ഏപ്രിൽ ടു ഡിസംബർ 8 മാസം 3 സേനകളെയും കോർത്തിലാക്കി. 3 സേനകളെയും ആബ്സല്യൂട്ട് കോർഡിനേഷനോട് കൂടി പുറത്തിറക്കി. അത് ഒരു യുദ്ധം നടന്ന സമയത്ത് 3 സേനകളെയും കോർഡിനേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് അങ്ങേയറ്റത്തോളം കൃത്യതയോടെ നിർവഹിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള യുദ്ധമായിരുന്നു. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ യുദ്ധത്തിന് അങ്ങോട്ട് അറ്റാക്കാൻ പോയിട്ടില്ല. നമ്മൾ ഒരു രാജ്യത്തെയും ഇന്ന് വരയ്ക്കും അങ്ങോട്ട് ആക്രമിക്കാൻ പോയിട്ടില്ല, ചെയ്യുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യം വെടിപൊട്ടിച്ചതായിരുന്നു പാകിസ്ഥാൻ. അവർ UN-നെ അപ്രോച്ച് ചെയ്തു. ഇവരിങ്ങനെ അവർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അവർ UN-നെ അപ്രോച്ച് ചെയ്തു. UN പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഇന്റർനാഷണൽ പ്രഷർ വന്നിട്ട് പോലും
നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കുടുങ്ങിയില്ല. ഇതിനെ അനുഭവിക്കുന്ന ഞങ്ങളാണ്, ഞങ്ങൾക്ക് തീർത്തേ പറ്റുള്ളൂ. പാകിസ്ഥാൻ നിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വരികയാണ്. ഇത് ഡിസംബർ 3-ാം തീയതി നമ്മൾ ഫുൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നമ്മളുടെ നേർക്ക് വൈകുന്നേരം 5:40 8 എയർഫീൽഡ് ഒരുമിച്ച് വന്നിട്ട് അവർ തകർത്തില്ല, അറ്റാക്ക് ചെയ്തു. അവർ വന്നിട്ട് 8 എയർഫീൽഡ്, നമുക്ക് എല്ലാവരെയും അറിയാം, ഞാനൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ എൻ്റെ കമ്പനികളുടെ ആൾക്കാർ കൂടെയുണ്ട്. 8 എയർഫീൽഡ് അതേ സമയത്ത് 5:40 ഒരുമിച്ച് അടിച്ചു. ഡാമേജ് ഒന്നും പറ്റില്ല. ഒരു എയർഫീൽഡ് ആഗ്ര മാത്രം ക്രോസ് റൺവേയുടെ സെൻറ്ററിൽ വന്നൊരു ബോംബ് കാരണം ഒരു 24 മണിക്കൂർ ഔട്ട് ഓഫ് കമ്മീഷനായി. ബാക്കി ഒന്നും കാര്യമായിട്ട് ഡാമേജ് പറ്റിയിരുന്നില്ല. അങ്ങനെയാണ് ഇത് ആരംഭിച്ചത്. നമുക്ക് നമ്മുടെ രീതി അനുസരിച്ച് പട്ടാളം വരണമെന്നല്ല, രാഷ്ട്രീയ ക്ലിയറൻസ് കിട്ടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതന്ന് ആ ദിവസം രാഷ്ട്രീയ ക്ലിയറൻസ് കിട്ടണമെങ്കിൽ ക്യാബിനറ്റ് കൂടണമെങ്കിൽ പ്രൈം മിനിസ്റ്റർ വേണം, ഡിഫൻസ് മിനിസ്റ്റർ വേണം, മറ്റുള്ള മിനിസ്റ്റേഴ്സ് വേണം. ഇവരുടെ ഒന്നും ഇവിടെ ഇല്ല, ഒക്കെ വിസിറ്റില്ല. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അടക്കം റഷ്യയിലായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇവരൊക്കെ വരുന്നത് അവരെല്ലാം തിരിച്ചു പോകും. അവരെല്ലാം എവിടെല്ലാം ഉണ്ടായിരുന്നു അവിടെല്ലാം തിരിച്ചു വന്ന് രാത്രി അവർ കൊണ്ട് വെയിറ്റ് ചെയ്യണം. അതിനിടയ്ക്ക് 7:20 രണ്ടാമത് അടി വന്നു. ഇതേ മാറി 5-8 മൊത്തം എയർഫീൽഡ് അടിച്ചു. ആർമി ഇങ്ങോട്ട് കയറാൻ തുടങ്ങി. നമ്മൾ അപ്പോഴും പോയിട്ടില്ല, ക്ലിയറൻസിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഡാമേജ് കൂടി വന്നപ്പോൾ പറഞ്ഞു, CS വിളിച്ച് പറഞ്ഞു, എനിക്ക് ഇനി സഹിക്കാൻ പറ്റില്ല, അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്. ഐ എം പുട്ടിങ് മൈ കമാൻഡ് ഇൻടു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. രാത്രി 11:20 168 എയർക്രാഫ്റ്റ് ഒരുമിച്ച് പാകിസ്ഥാൻ മുകളിൽ കൂടെ മുഴുവൻ പറന്നു. പെഷവാർ വരെ എത്തി. പെഷവാർ പാകിസ്ഥാന്റെ മോളാണ്, അവിടെ വരെ എത്തി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഗ്രൗണ്ടിലും എയറിലുമുള്ള നാശം എത്തിക്കൊണ്ട് ഇവരെല്ലാം ഒരു എയർക്രാഫ്റ്റ് പോലും നമുക്ക് നഷ്ടപ്പെടാൻ തിരിച്ചു വന്നു. എയർഫോഴ്സ് 1971 യുദ്ധം ശരിക്കും സ്റ്റാർട്ട്. ഉപരധൈര്യം ഒരു പാഴ്സി ഓഫീസറായിരുന്നു, എയർ മാർഷൽ AM എഞ്ചിനീയർ മനേഷ എന്ന് പറയുന്നത്. അത് പാഴ്സിയാണ്. ഈ പാഴ്സി ഓഫീസേഴ്സിന് നമുക്കറിയാം, അവരാരും വകവെക്കില്ല, അവരൊരു ഡ്യൂട്ടി മാത്രം ചെയ്യില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചരിത്രം. യുദ്ധം തുടങ്ങി. യുദ്ധം 3-ാം തീയതി വൈകുന്നേരം തുടങ്ങി. അവർ സ്റ്റാർട്ട് ചെയ്തു, നമ്മളതിനെ റിട്ടാലിയേറ്റ് ചെയ്തു. 11:20 പെർമിഷൻ പോലും ഇല്ലാതെ പിറ്റേ ദിവസം മുതൽക്ക് ശരിയായിട്ടുള്ള ദീപാവലിയായിരുന്നു. ശരിയായിട്ടുള്ള ദീപാവലി 4 ഡിസംബറിന് ഇന്ത്യൻ നേവി അതവിടെ അടിച്ചു പൊടിച്ച് കറാച്ചി ഹാർബർ പ്രസ്റ്റീജിയസ് ഹാർബർ. അവരുടെ വാണിജ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറാച്ചി ഹാർബർ വഴി പോയിക്കൊണ്ടിരുന്നതിനെ തകർത്തു. അത് ഇവിടുന്ന് പോയി. ഇവിടുന്നാണ് ആ നാവൽ എയർക്രാഫ്റ്റ് പോയി. നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ കൊച്ചിയിൽ നിന്നാണ് പോയിട്ടുള്ള ഒരു ടീം, വേറൊരു ടീം ബോംബെയിൽ. ഇത് രണ്ടും കൂടെ ചേർന്നുകൊണ്ടാണ് കറാച്ചി ഹാർബർ അറ്റാക്ക് 4-ാം തീയതി തീർത്തിട്ട് അടിച്ചു പൊളിച്ചു കിട്ടുന്നത്. കേരളത്തിൽ എത്ര പേർക്ക് പറ്റി? കേരളത്തിൽ പോയതാണ്. കേരളത്തിൽ പോയിട്ട് നേവൽ ടീമായിരുന്നു. അതിനുശേഷം കാര്യമായിട്ട് കേരളത്തിലൊന്നും ഇതുവരെ വാറിന്റെ കെടുതികൾ ആരും കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അതനുഭവിക്കുന്നത് നാഗ്പൂരിന്റെ മേലോട്ടുള്ള ഇതിനാണ്, പടിഞ്ഞാറായാണ്. അത് അവിടെ നടന്നു. ആ ഹാർബർ അറ്റാക്കിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഡിസംബർ 4-ാം തീയതി ഇന്ത്യൻ നേവി ദിനമായി ആഘോഷിക്കുന്നത്. നമുക്ക് ഒരൊറ്റ നേവൽ നമ്മുടെ 2 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരാളെ വന്നിട്ടുണ്ട്. അറിയാമോ ഞാൻ പറയേണ്ട കാര്യം? ഇന്ത്യൻ നേവി ഇതാക്കി കഴിഞ്ഞാൽ ഡിസംബർ 4-ാം തീയതി ഇന്ത്യൻ നേവി ദിനം. അത് ആ അറ്റാക്കിന്റെ സ്മരണയ്ക്ക് വേണ്ടി. അതോടുകൂടെ പിറ്റേ ദിവസം എയർഫോഴ്സ് നേവിയും കൂടെ പോയിട്ട് സൂയി ഗ്യാസ് പ്ലാന്റ് എന്നൊരു ഗ്യാസ് പ്ലാന്റ് അത് അറ്റാക്ക് ചെയ്തു. അത് കത്തി നിന്നു 2 ആഴ്ചത്തോളം. പാകിസ്ഥാൻ മുഴുവൻ കാണുമായിരുന്നു. നമ്മുടെ പൈലറ്റ്സിന് വളരെ എളുപ്പമായിരുന്നു. രാത്രി മുഴുവൻ ബുദ്ധിമുട്ടില്ല. പാകിസ്ഥാൻ മുഴുവൻ വിലോചിച്ചു. കാരണം അവരതിനെ കെടുത്താൻ വേണ്ടി ഇറാനിൽ നിന്ന് ആളെ കൊണ്ടുവരേണ്ടി വന്നു. അവരെ പറ്റില്ല. അപ്പോഴേക്കൊരു 10 ദിവസം കഴിഞ്ഞു. 6 കളിച്ചു. ആ രീതിയിൽ നമ്മൾ മുന്നേറിക്കൊണ്ട് മുന്നോട്ട് പോയി. അതിലേക്ക് കാഷ്വാലിറ്റീസ് നമുക്ക് സംഭവിക്കും. അത് നാച്ചുറലാണ്. യുദ്ധം നടക്കുമ്പോൾ ഇല്ലാതിരിക്കില്ല. നാവൽ അറ്റാക്ക് വന്നു. നേവി അവരുടെ വളരെ വീക്കായിട്ടുള്ള നേവി ആയിരുന്നത്. നമ്മളും വലിയൊരു നേവി ഒന്നും ആയിരുന്നില്ല. ചെറുത്തു ടോർപിഡോ അടിച്ചിട്ട് 1000 നമ്മൾ ചെയ്തു.
അവരതോടുകൂടി തന്നെ മരുന്ന് പോയി അവരുടെ അടുത്തുണ്ടായിരുന്ന ഒരേ ഒരു മേജറായിട്ടുള്ള ഒരു സബ്മറൈനായിരുന്നു. ഇതിന് പുറമെ അതിന് റിട്ടലേഷനായിക്കൊണ്ട് അവർ പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ ദാമൻ ദിയു ഗുജറാത്ത് ഏരിയയിൽ അതുകൂടെ വന്നിട്ട് അവിടെ നമ്മൾ സംരക്ഷിച്ചിരുന്ന നാവൽ ഷിപ്പ് INS എന്താ പേര് INS കുക്കറിന്റെ ടോർപിഡോ ചെയ്തു. അത് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അന്നത്തെ ആ വീരനായകനുണ്ട് ക്യാപ്റ്റൻ മുല്ല, MN മുല്ല എന്ന് പറയുന്നത്, ആ കപ്പലിന്റെ ക്യാപ്റ്റനായിരുന്നു. രക്ഷയില്ല, അവരടിച്ച് 2 ടോർപിഡോ അടിച്ച് പോയി മുങ്ങാൻ തുടങ്ങിയിട്ട് അതിലുണ്ടായിരുന്ന 126 പേരെന്ന് നമ്മുടെ സൈന്യം, നമ്മുടെ നേവൽ മൂപ്പര് കമാൻഡറായിരുന്നു. മൂപ്പരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരെ കൂടെ ട്രൈ ചെയ്തു, ഒന്നുമില്ല. അവസാനത്തെ ഒരു സെയിലർ വരേക്കും എടുത്ത് പുറത്തേക്കിട്ട് ലൈഫ് ബോട്ടോ എന്താണെന്ന് വെച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടി ഇട്ടതിന് ശേഷം അയാൾ ആ ക്യാപ്റ്റന്റെ സീറ്റിൽ ഇരുന്നുകൊണ്ട് ആ കപ്പലിനോട് കൂടെ സമുദ്രത്തിന്റെ അടുത്തേക്ക്. അതായത് ക്യാപ്റ്റൻ മുല്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്താൻ പറ്റില്ല. കുറച്ച് ആൾക്കാർ രക്ഷപ്പെട്ടു വന്നു, പക്ഷെ മൊത്തം 126 പേരുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു നാവൽ ഓപ്പറേഷൻ ആണ്. എയർഫോഴ്സിന്റെ കാര്യം പറയാതിരിക്കുന്നത്. പത്തായിക്കോട്ട് ആ 14 ദിവസം ഇതിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല. ഞാൻ പത്തായിക്കോട്ടായിട്ടില്ല, പഞ്ചാബിലുള്ള സ്ഥലത്താണ്. 14 ദിവസം വഴി 5, 6, 7 തവണ സ്ട്രാഫിംഗ് ബോംബിങ് ഇത് രണ്ടും നടത്തുന്നത്. ഭക്ഷണത്തിന് വരെ ആ ട്രെഞ്ചിലൊന്നും പുറത്തേക്കറിയാൻ പറ്റുന്ന അവസ്ഥയിൽ നാട്ടുകാരാണ് നമുക്ക് അന്നത്തെ ഫുഡ് കൊണ്ടേ കൊടുത്തിരുന്നത്. മെസ്സ് കൊടുക്കാൻ നിർത്തിയില്ല, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നിർത്തിയില്ല. കാരണം ആ രീതിയിലാണ്. പിന്നെ ആ വില്ലേജുകളിലുള്ള സ്ത്രീകൾ വീട്ടിൽ നിന്ന് റൊട്ടി ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ട് സപ്ലൈ ചെയ്ത് ഈ ട്രെഞ്ചിലിരുന്നവർക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേരളത്തിൽ